സ്വാഗതം. വെറ്റിലയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇല രൂപത്തിലുള്ള ഒരു സുഗന്ധ വ്യഞ്ജനമാണ്. വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്നു. പെപ്പറോസി ഫാമിലി പെട്ടതാണ്. ഈ കുരുമുളകിൻ്റെ എല്ലാം പെപ്പറോസി ഫാമിലിയാണ് കേട്ടോ. അതിൻ്റെ എല്ലാം ഇല ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത്. ഈ കുരുമുളകിൻ്റെ ഇലയും വെറ്റിലയുടെ ഇലയും ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. കുരുമുളകിൻ്റെ ഫാമിലിയിൽപ്പെട്ട തന്നെ വേറൊരു ഇതുണ്ട്, തിപ്പലി. അതും ഔഷധ ഗുണമുള്ളതാണ്. അതിൻ്റെ ഇലയും ചിലപ്പോൾ ചിലവർക്ക് മാറിപ്പോകും. നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ കുരുമുളക് എന്ന് പറഞ്ഞ് അവർ തരുന്നത് തിപ്പലി ആയിരിക്കും. പക്ഷെ തിപ്പലിയും കുരുമുളക് പോലെ തന്നെയാണ്, ഔഷധ ഗുണമുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ വെറ്റിലയെ പറ്റിയാണ് പറയുന്നത്. വെറ്റിലയും ഔഷധ ഗുണമുള്ളതാണ്. വെറ്റിലയിൽ തന്നെ പല വിധത്തിലുള്ളതൊക്കെയുണ്ട്. തുളസി വെറ്റില. ഇതിപ്പോൾ ഞാനിവിടെ ഈ വെറ്റില തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിശേഷ അവസരങ്ങളിൽ വെറ്റില, അടക്ക ഇവ കൊടുത്ത് ഗുരുദക്ഷിണയായിട്ട് കൊടുക്കാറുണ്ട്. വിവാഹ അവസരങ്ങളിൽ കൊടുക്കുന്നു. മുതിർന്നവർക്ക് താമ്പൂലം നൽകിയാണ് അനുഗ്രഹം മേടിക്കുന്നത്. വിദ്യാഭ്യാസ സമയങ്ങളിലും ഡാൻസ് പല കലകളൊക്കെ അവതരിപ്പിക്കുന്ന നേരത്തും എല്ലാം ഗുരുദക്ഷിണയായിട്ട് വെറ്റില കൊടുക്കാറുണ്ട്. വെറ്റില അടയ്ക്കാൻ വേണ്ടിയാട്ടോ കൊടുക്കുന്നു. പിന്നെ വെറ്റില കൊണ്ട് മാല കോർത്ത് ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നു. ഹനുമാന് ചില പ്രീതിക്കായിട്ട് അതൊക്കെ ഒരു വിശ്വാസികളുടെ ഗണത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതെല്ലാവർക്കും എല്ലാവരും ഒരുപോലെ ഇരിക്കില്ലല്ലോ. അപ്പോൾ വെറ്റില അതിലും പ്രധാനിയാണ്. വെറ്റിലയുടെ ഗുണങ്ങൾ പലർക്കും അറിയില്ല. എല്ലാവരും അതൊരു ലഹരി പദാർത്ഥമാണെന്നോ മറ്റെയാണ് ധരിച്ചിരിക്കുന്നത്, മുറുക്കുന്നതൊക്കെ. പക്ഷെ വെറ്റിലയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. തളിർ വെറ്റില ചവയ്ക്കാറില്ലേ, അതിൻ്റെ നീര് കുടിക്കുന്നത് ദഹനത്തിന് നല്ലത്. വായിലുള്ള എല്ലാ അസുഖങ്ങൾക്കും, പല്ലിന്, പിന്നെ നാക്കിലൊക്കെ ചിലവർക്ക് ഈ പോളൻ പോലെയൊക്കെ വരും, അതിന് എല്ലാം നല്ലതാണ് വെറ്റില. പക്ഷേ പഴയ ആൾക്കാർക്കല്ല അതെല്ലാം അറിയാം. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിവ് വെച്ച് വരും തോറും അപ്പോൾ അത് വെറ്റില ലഹരിയാണ്, അത് പാടില്ല എന്നൊക്കെ പാരൻസ് പറയും. അപ്പോൾ നമ്മളത് വിശ്വസിക്കും. അങ്ങനെയൊക്കെയാണ്. വെറ്റിലയുടെ ഒപ്പം വേറെ ഈ പുകല, അടയ്ക്ക, അതൊക്കെയായി ആണ് ലഹരി. വേറെ എന്തോ പാൻ, എനിക്ക് അതിനെപ്പറ്റിയൊന്നും ശരിക്കും അറിയില്ല കേട്ടോ. അതൊക്കെ ലഹരിയാണ്. ഇത് ഈ തളിർ വെറ്റില ചവയ്ക്കുന്നതുകൊണ്ട്, നീരിറക്കുന്നത് കൊണ്ട് ശരീരഭാരം കുറയ്ക്കുന്നു, വായിലെ അസുഖങ്ങളെല്ലാം മാറ്റുന്നു. റൂട്ട് കനാൽ, ഇപ്പം മിക്കവർക്കും പല്ലിനൊക്കെ പണ്ടൊക്കെ ഉണ്ടോ ഇല്ലേ എന്നറിയില്ല റൂട്ട് കനാലെല്ലാം. ഇപ്പോൾ ഓരോ പഠിത്തങ്ങളൊക്കെ കൂടി വരും തോറും ഡോക്ടർമാർ അത് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കും. പക്ഷെ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ അസുഖം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ. വെറ്റിലയൊക്കെ മുറുക്കി നമ്മളവർക്കും അതൊരു സൗന്ദര്യവർദ്ധക വസ്തുവാണ്. ചിലവർ വെറ്റില മുറുക്കുന്നത് ചുണ്ട് ചുവപ്പിക്കാനും മറ്റുമാണ്. അങ്ങനെ ഉണ്ടാവും കേട്ടോ. ചുണ്ട് ചുവപ്പിച്ചിട്ട് അത് ചിലവർക്കൊരു ഫാഷനാണത്. ചുണ്ടൊക്കെ ചുവപ്പിച്ച്, അന്ന് ലിപ്സ്റ്റിക്കൊന്നും ഉണ്ടായി കാണില്ലേ, അതുകൊണ്ടാണ് ഈ ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് മുറുക്കിത്തുപ്പും. ഈ വെറ്റില പടത്തിൻ്റെ ഇടയ്ക്കൊരു പൂവ് വന്നിട്ടുണ്ട്. അത് വേറെ ഏതോ പൂവ് വന്ന് വീണ് കിടക്കുന്നതാണ് കേട്ടോ, കുഴിഞ്ഞ് വീണിട്ട്. അല്ലാതെ വെറ്റിലയ്ക്ക് അങ്ങനെ പൂവൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ തണ്ടുകളിൽ വേരുകൾ കാണാൻ പറ്റും. കുറച്ച് ഇടവിട്ട് ആ വേരുകളും മതിലും പിന്നെ നമ്മൾ മരത്തിലൊക്കെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കയറും. കുരുമുളകിൻ്റേതുപോലെ തന്നെ. പിന്നെ കുരുമുളകിനൊക്കെ തീയാണ് കേട്ടോ ഇടുന്നത്. അതായത് തണ്ടുകളിലാണ് അതിൻ്റെ വേര്. അത് ചില മരങ്ങളിലൊക്കെ, അടക്കാമരം പോലുള്ള മരങ്ങളിലൊക്കെയാണ് വെച്ച് പിടിപ്പിക്കുന്നത്. അതിൽ ഇങ്ങനെ പിടിച്ച് കയറും. പണ്ടത്തെ ആൾക്കാർ വെറ്റില അടക്കി കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അടക്കാമരത്തുമ്മേലെല്ലാം കയറ്റുന്നത്. ഞാനൊരു കോലിൽ തുണി ചുറ്റിയിട്ട് അതിലൊക്കെയാണ്
പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം അത് മതിലൊക്കെ അങ്ങോട്ട് പടർന്നു പിടിച്ചു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുരുമുളകും ഉണ്ട് കേട്ടോ. ചിലപ്പോൾ രണ്ടിൻ്റെയും കൂടി ഇല എനിക്ക് മാറിയൊക്കെ പോകും. മാറിപ്പോകുമെന്ന് പറഞ്ഞാൽ ഞാനത് കഴിക്കുന്നു എന്നല്ല, എനിക്ക് കഴിക്കാനായിട്ടൊന്നും നേരം കിട്ടില്ല. കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു ഇലയെടുത്ത് ചവച്ച് നീര് കുടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനത് ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഈ യൂട്യൂബിലിടലല്ലേ എൻ്റെ പണി, അല്ലാണ്ടൊരു ഗുണമില്ല. നിങ്ങളിൽ ആരൊക്കെ ഇത് വായിക്കുന്നു, ആരൊക്കെ ചെയ്യുന്നു എന്നും എനിക്കറിയില്ല. ഞാനിതിൻ്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിക്കാറുണ്ട് കേട്ടോ, ഇടയ്ക്കൊക്കെ മാത്രം. പല ഇലകളും തിളപ്പിക്കും, അപ്പോൾ ഇടയ്ക്ക് വെറ്റിലയും മാറി തിളപ്പിക്കാറുണ്ട്. അപ്പോൾ ആ വെള്ളം കുടിക്കാറുണ്ട്. വെറ്റില മഷിനോട്ട അറിയുന്നവർ ഉപയോഗിക്കുന്നു. വെറ്റിലയുടെ നീര് കൊണ്ട് എണ്ണ ഉണ്ടാക്കുന്നു. ആ എണ്ണ പല രോഗങ്ങൾക്കും ഔഷധമാണ്. ജലദോഷം, ആസ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വയർ സ്തംഭനം, അങ്ങനെ പോകുന്നു. പല രോഗങ്ങൾക്കും ഈ വെറ്റിലയുടെ എണ്ണ ഗുണം ചെയ്യുന്നു. അത് ആയുർവേദ ഡോക്ടർമാരെല്ലാം നിങ്ങൾക്ക് നല്ലപോലെ വിവരിച്ച് തരുന്നതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കേൾക്കാം. വെറ്റിലയിൽ ധാരാളം പോഷക ഗുണങ്ങളുണ്ട്. ദഹനത്തിന് സഹായിക്കുന്നു. വേദന കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ശരീരത്തിന് ആവശ്യമില്ലാത്ത ഉപ്പുവെള്ളം നീക്കുന്നു. നിങ്ങൾ വെറ്റില നട്ടു വളർത്തു. ഉപയോഗങ്ങൾ അറിയൂ. വീഡിയോ കണ്ടതിന് നന്ദി. കൂട്ടുകൈയോടെ ലക്ഷ്മി സീതു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.